കാസർഗോഡ് ബെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളെ പെരുവഴിയിലാക്കി തർക്കസ്ഥലത്തുള്ള കെട്ടിടത്തിന് ചുറ്റും സ്വകാര്യ വ്യക്തി വേലി കെട്ടി. അവധി ദിനം മറയാക്കിയാണ് LP വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ചുറ്റും കമ്പിവേലി നിർമ്മിച്ചത്. ക്ലാസ്സിലേക്ക് കയറാൻ കഴിയാതിരുന്നതോടെ വിദ്യാർത്ഥികൾ തന്നെ വേലി പൊളിച്ചു നീക്കി. വർഷങ്ങളായി കേസ് നടക്കുന്ന സ്ഥലം സ്വന്തമാണെന്ന് കോടതി വിധിയുണ്ടെന്ന് സ്വകാര്യ വ്യക്തികൾ അവകാശപ്പെടുമ്പോഴും അങ്ങനെയൊരു വിധിപ്പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് റവന്യൂ അധികാരികൾ പറയുന്നത്. ആയിരത്തി 1947 ബെള്ളൂരിലെ സാമൂഹ്യ പ്രവർത്തകനായ ശങ്കരനാരായണ കടമ്പിളിത്തായ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്മരണാർത്ഥം ഈ വിദ്യാലയത്തിനായി സർക്കാരിന് ഭൂമി നൽകിയെന്നാണ് ഈ ശിലാഫലകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരനും മക്കളുമാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. ആയിരത്തി 1947 ഓഗസ്റ്റ് 15 ബെള്ളൂരിലെ സാമൂഹ്യ പ്രവർത്തകനായിരുന്ന ശങ്കരനാരായണ കടമ്പിളിത്തായ സ്കൂളിന് സംഭാവന ചെയ്ത സ്ഥലമാണെന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള ശിലാഫലകത്തിൽ ഉൾപ്പെടെ വ്യക്തം. എന്നാൽ ശങ്കരനാരായണ കടമ്പിളിത്തായയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരനും മക്കളും ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചു. ശങ്കരനാരായണ കടമ്പിളിത്തായയിൽ നിന്ന് ഭൂമി രേഖാമൂലം എഴുതി വാങ്ങിയിരുന്നില്ല. ഇതോടെയാണ് സർക്കാരും സ്വകാര്യ വ്യക്തികളും തമ്മിൽ ഭൂമിയെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായത്. തർക്കം നിലനിൽക്കുന്നതിനിടയിൽ വിദ്യാഭ്യാസ വകുപ്പ് കിഫ്ബി പദ്ധതിയിൽ തർക്കസ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ ആരംഭിച്ചു. ശങ്കരനാരായണ കടമ്പിളിത്തായയുടെ സഹോദരന്റെ മകൻ സൂര്യനാരായണ കോടതിയെ സമീപിക്കുകയും നിർമ്മാണം നടത്തരുതെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. മറ്റൊരു സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനിടയിലാണ് LP വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ കളിസ്ഥലത്ത് സൂര്യനാരായണ കമ്പിവേലി കെട്ടിയത്. ഈ വേലി അനുവാദമില്ലാതെ കെട്ടിയതാണ്. അതായത് ക്രിസ്മസ് ലീവിൻ്റെ ആ സമയത്ത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം മുതൽ രാത്രി വരെ എടുത്ത് രാവിലെ ആകുമ്പോൾക്ക് ഈ വേലി ഫുള്ള് ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾക്ക് അകത്ത് പോകാൻ പറ്റാത്ത രീതിയിലാണ് ഈ വേലി കെട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരെന്ന് പറയുന്നത് അവർക്ക് ഈ 10 സെൻറ്റ് കൊണ്ട് 20 സെൻറ്റ് കൊണ്ട് ഒരു ആവശ്യമുള്ള ആൾക്കാരല്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മളെ ഈ വെള്ളൂർ പഞ്ചായത്തിൽ നാട്ടക്കൽ എന്ന പ്രദേശത്ത് ഏകദേശം അവർ ഒരു നല്ല അത്യാവശ്യം എല്ലാം ഉള്ള ആൾക്കാരാണ്. ക്ലാസുകളിലേക്ക് കയറാൻ കഴിയാതിരുന്നതോടെ വിദ്യാർത്ഥികൾ വേലി പൊളിച്ചു നീക്കിയെങ്കിലും വേലി കെട്ടാൻ ഉപയോഗിച്ച കമ്പിയും സിമന്റ് തൂണുകളും നീക്കം ചെയ്യാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്കൂളിലേക്ക് ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. കാരണം ഇത് സ്കൂൾ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലാണ്. ഇത് കാണുമ്പോഴേക്ക് അറിയാം, നടുവിലൊരു LP UP നടക്കുന്ന സ്കൂളിൻ്റെ നടുവിൽ മധ്യത്തിൽ കൊടുത്തിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അപ്പുറത്ത് കഞ്ഞിപ്പുരയാണ്. കഞ്ഞിപ്പുരയിലേക്ക് പോകാൻ വരെ വഴിയില്ലാതെ ഇന്നലെ അടച്ചു വെച്ചിരുന്നു. 7ാം ക്ലാസ് വരെ ഞാൻ ഇതേ സ്കൂളിൽ പഠിച്ച് ഏകദേശം എനിക്ക് 43 വയസ്സായി. ഈ 43 വർഷം തൊട്ട്, അതിന് മുമ്പുള്ള സംഭവം എനിക്കറിയില്ല, 43 വർഷം തൊട്ട് ഈ സ്കൂൾ ഇതേ പടിയിലാണ് നിൽക്കുന്നത്. ഇതിപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ ഒരു വേലി കാര്യങ്ങളും ഇതെല്ലാം വരുന്നത്. തർക്കത്തിൽ നിൽക്കുന്ന 45 സെന്റ് സ്ഥലത്ത് വില്ലേജ് ഓഫീസറുടെയോ താലൂക്ക് സർവേയറുടെയോ സാന്നിധ്യമില്ലാതെയാണ് വേലി നിർമ്മിച്ചതെന്ന് സ്കൂൾ അധികൃതർ ആരോപിക്കുന്നു. എന്നാൽ തങ്ങൾ നികുതി അടയ്ക്കുന്ന സ്ഥലമാണിതെന്നും ഇവിടെ വേലി നിർമ്മിക്കാൻ ആരുടെയും അനുവാദം വേണ്ടെന്നുമാണ് സൂര്യനാരായണയുടെ വാദം. ബെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ കളിസ്ഥലത്തിൻ്റെ പ്രധാന ഭാഗമാണ് സ്വകാര്യ വ്യക്തി കൈയടക്കാൻ ശ്രമിക്കുന്നത്. ആ കേസ് വർഷങ്ങളായി നടക്കുകയാണ്. സർക്കാരാണ് അതിലൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.